ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടിക്കടി കൂടുന്നതും ആശുപത്രി ബില്ലുകൾ കണ്ട് ഞെട്ടുന്നതും നമുക്ക് എല്ലാവർക്കും ഒരു തലവേദനയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നു. ഇത് നിങ്ങളുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് പ്രീമിയം ഇങ്ങനെ കൂടുന്നത്? സർക്കാർ നടത്തിയ ഒരു പരിശോധനയിൽ കണ്ടെത്തിയത് പല ആശുപത്രികളും ഇൻഷുറൻസ് പരിരക്ഷയുള്ള രോഗികളിൽ നിന്ന് അമിതമായി പണം ഈടാക്കുന്നതാണ് പ്രധാന കാരണം എന്നതാണ്. ഈ നഷ്ടം നികത്താൻ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം തുക വർദ്ധിപ്പിക്കുന്നു. ഇതിന് പരിഹാരമായി നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനത്തെ ധനമന്ത്രാലയത്തിന്റെയും ഇൻഷുറൻസ് റെഗുലേറ്ററായ IRDAIയുടെയും സംയുക്ത നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ പ്ലാൻ. സാധാരണക്കാർക്ക് എന്തു ഗുണം? ഈ മാറ്റം വരുന്നതോടെ ആശുപത്രികൾക്ക് തോന്നിയ പോലെ ബില്ലിടാൻ കഴിയില്ല. ചികിത്സാ ചെലവുകൾക്ക് ഒരു ഏകീകൃത സ്വഭാവം വരും. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതോടെ പ്രീമിയം കുറയാനും ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും താങ്ങാവുന്ന ഒന്നായി മാറ്റുവാനും കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇന്ത്യയിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ഇതിനകം 1 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. പലരുടെയും പോളിസിയിൽ 10% വർധനവ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഹെൽത്ത് പോളിസികൾക്കുള്ള 18% GST ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന ആശുപത്രി ബില്ലുകൾക്ക് ഒരു കടിഞ്ഞാണിടാനുള്ള സർക്കാരിന്റെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഈ നീക്കം വിജയിച്ചാൽ ഭാവിയിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കുറഞ്ഞേക്കാം. ഈ നീക്കം ഗുണം ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.